കേരള സർവകലാശാല സിൻഡിക്കേറ്റിനെതിരെ കർശന നിലപാടുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ. ജീവനക്കാരെ വിളിച്ചുവരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് പുറത്തിറക്കി. സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകുന്ന സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ടെന്നും രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു. കേരള സർവകലാശാലയിലെ പരമാധികാരം തെളിയിക്കാനുള്ള നടപടികളാണ് മോഹനൻ കുന്നുമേൽ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സിൻഡിക്കേറ്റിനെതിരെ ഔദ്യോഗികമായി തന്നെ നോട്ടീസ് ഇറക്കി. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാലയുടെ ഭരണപ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് നോട്ടീസിൽ പറയുന്നത്. അംഗങ്ങൾ ഫയലുകൾ വിളിച്ചു വരുത്താൻ പാടില്ല. അംഗങ്ങൾ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അധികാരം പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ വിസിയുടെ അനുമതിയോട് കൂടി മാത്രമാകണം തീരുമാനമെടുക്കേണ്ടത്. യോഗത്തിന് പുറത്ത് പുറപ്പെടുവിക്കുന്ന തീരുമാനങ്ങൾ നിലനിൽക്കില്ല. അതിനാൽ തന്നെ ഇടതംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട കാര്യമില്ലെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വിസിയെ അറിയിക്കണം. ഇടതംഗങ്ങൾ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു എന്ന് കാട്ടി ജീവനക്കാർ നൽകിയ പരാതിയിലാണ് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെ നടപടി. വനിതാ ജീവനക്കാരോടക്കം ഇടതംഗങ്ങൾ മോശമായി പെരുമാറിയെന്നും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. വൈസ് ചാൻസലർക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധിക്കാനാണ് ഇടതംഗങ്ങളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.